Welcome to the second part in our fourth module. So students, in the previous session we have discussed about compressors, different types of compressors, how are they different from each other. Okay. Now today we will discuss about evaporators. So എന്താണ് evaporators? So what is the function of evaporator? Evaporator absorbs heat from the space to be refrigerated, and using that heat the refrigerant gets boiled, and this refrigerant forms vapors, and then these refrigerant vapors are passed to compressors, right? അപ്പോൾ ലിക്വിഡ് ഫോമിലുള്ള റെഫ്രിജറൻറ്റ് എന്ത് ചെയ്യും? റെഫ്രിജറൻറ്റ് ടെമ്പറേച്ചർ വിൽ ബി വെരി ലോ. എവിടെ? ഇവാപ്പറേറ്ററിൽ വെരി ലോ. അത് ലിക്വിഡ് ഫോമിലായിരിക്കും ഉണ്ടാവുക അല്ലേ? അപ്പോൾ ലിക്വിഡ് ഫോമിലെ റെഫ്രിജറൻറ്റിൻ്റെ ടെമ്പറേച്ചർ വെരി ലോ ആയത് കാരണം ഏതിനെക്കാട്ടിലും ലോ ആയിരിക്കും? നമ്മൾ കൂൾ ചെയ്യേണ്ട സ്പേസിനെക്കാട്ടിയും ലോ ടെമ്പറേച്ചറിലായിരിക്കും ഇവാപ്പറേറ്ററിലുള്ള റെഫ്രിജറൻറ്റിൻ്റെ ടെമ്പറേച്ചർ. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? ഹീറ്റ് ഫ്രം സ്പേസ് ടു ബി കൂൾ വിൽ ഫ്ലോ ടുവേർഡ്സ് ഇവാപ്പറേറ്റേഴ്സ്. അങ്ങനെ ഇവാപ്പറേറ്ററിനകത്തുള്ള റെഫ്രിജറൻറ്റ് പുറത്തുനിന്നുള്ള ഹീറ്റ് വലിച്ചെടുക്കും. അങ്ങനെ റെഫ്രിജറൻറ്റ് എന്ത് സംഭവിക്കും? റെഫ്രിജറൻറ്റ് അത് ബോയിൽ ചെയ്യാൻ തുടങ്ങും അല്ലേ? ഹീറ്റ് അബ്സോർബ് ചെയ്ത് ബോയിൽ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ലിക്വിഡ് ഫോമിൽ നിന്ന് വേപ്പർ ഫോമിലേക്ക് മാറും. ആ വേപ്പർ ഫോമിലുള്ള റെഫ്രിജറൻറ്റ് എവിടത്തേക്ക് പോകും? കംപ്രസറിലേക്ക് പോകും. സോ ഇൻ ആൻ ഇവാപ്പറേറ്റർ ദ റെഫ്രിജറൻറ്റ് ബോയിൽസ് ഓർ ഇവാപ്പറേറ്റ്സ് ആൻഡ് ഇൻ doing so absorbs heat from the surrounding location or medium which is to be cooled. അതാണ് function. So the temperature of the boiling refrigerant എന്തായിരിക്കണം? in the evaporator എന്തായിരിക്കണം? It should always be less than that of surrounding. Should be less than surrounding medium. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. അപ്പോൾ ഇവാപ്പറേറ്ററിലേക്ക് വരുന്ന റെഫ്രിജറൻറ്റിൻ്റെ ടെമ്പറേച്ചർ സറൗണ്ടിങ് മീഡിയത്തിനെക്കാട്ടിയും എപ്പോഴും കുറവായിരിക്കണം. എന്നാൽ മാത്രമേ എന്ത് സംഭവിക്കൂ? പുറത്തുനിന്നുള്ള ഹീറ്റ് ഇവാപ്പറേറ്ററിനകത്തുള്ള റെഫ്രിജറൻറ്റ് വലിച്ചെടുക്കും. ഓക്കെ. അപ്പോൾ ഇതിന് നമ്മൾ ഇവാപ്പറേറ്റർ കോയിലിന് വേറെ പേരെന്ന് വെച്ചാൽ കൂളിംഗ് കോയിൽ എന്ന് പറയും. ഇവാപ്പറേറ്റർ കോയിലിന് വേറെ പേര് കൂളിംഗ് കോയിൽ. കാരണം എവിടെയാണ് കൂളിംഗ് നടക്കുന്നത്? കൂളിംഗ് കോയിൽ അല്ലെങ്കിൽ ചില്ലിംഗ് കോയിൽ അല്ലെങ്കിൽ ഫ്രീസിംഗ് കോയിൽ. ഓർ ഫ്രീസിംഗ് കോയിൽ. ഡിഫറെൻറ്റ് നെയിംസ് ഉണ്ട്. സാധാരണ നമ്മൾ ഇവാപ്പറേറ്റർ എന്നുള്ള ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പി എച്ച് ഡയഗ്രാം വരച്ചാൽ വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ്റെ പി എച്ച് ഡയഗ്രാം വരച്ചാലൊക്കെ 1 to 2 2 to 3 ഇതെടുത്തോ, ഇത് 4 എടുത്തോ, ഇത് 5 എടുത്തോ. ഓക്കെ, 5 6 ഇതെന്താണ്? പ്രഷർ എൻതാൽപ്പി ഡയഗ്രാം. ഇത് 6.6 ആണ്. അപ്പോൾ എന്താണ് 0.5? എന്താണ് 0.5? എന്താ? എൻട്രി ഓഫ് ലിക്വിഡ് റെഫ്രിജറൻറ്റ് ഇൻ ടു എക്സ്പാൻഷൻ വാൾവ്. ഇവിടെയാണ് 5 to 6 ആണ് എക്സ്പാൻഷൻ വാൾവ്. ലിക്വിഡ് റെഫ്രിജറൻറ്റ് ഈസ് സബ് കൂൾഡ് എൻഷുറിങ് ദാറ്റ് എക്സ്പാൻഷൻ വാൾവ് റിസീവ്സ് പ്യുവർ ലിക്വിഡ്. അപ്പോൾ ഇതെന്തിനാണ് സബ് കൂൾ ചെയ്യുന്നത്? 5ലേക്ക് എത്തുമ്പോൾ 5 വരെ സബ് കൂൾ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എക്സ്പാൻഷൻ വാൾവിലേക്ക് എൻ്റർ ചെയ്യുന്ന റെഫ്രിജറൻറ്റിൻ്റെ ഫോമിൽ കംപ്ലീറ്റ് ആയിട്ട് ലിക്വിഡ് ആണെന്ന് ഉറപ്പ് വരുന്നത്. ലിക്വിഡ് റെഫ്രിജറൻറ്റ് ഈസ് സബ് കൂൾ എൻഷുറിങ് ദാറ്റ് എക്സ്പാൻഷൻ വാൾവ് റിസീവ്സ് പ്യുവർ ലിക്വിഡ് റെഫ്രിജറൻറ്റ് വിത്ത് നോ വേപ്പേഴ്സ്. അപ്പോൾ എക്സ്പാൻഷൻ വാൾവിൽ വേപ്പേഴ്സ് ഇല്ല, കംപ്ലീറ്റ് ആയിട്ട് ലിക്വിഡ് ഫോമിലുള്ള റെഫ്രിജറൻറ്റ് തന്നെ വരണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് അത് കുറച്ച് സബ് കൂൾ ചെയ്താൽ മതി. ഇവിടെ എത്തുമ്പോൾ തന്നെ പ്യുവർ ലിക്വിഡ് ആവും. കുറച്ചും കൂടി സബ് കൂൾ ചെയ്താൽ അത് നമുക്ക് ഉറപ്പിക്കാം അല്ലേ? 0.6 എന്താണ്? 0.6 ലോ പ്രഷർ ലിക്വിഡ്. അപ്പോൾ നമ്മൾ എക്സ്പാൻഷൻ കഴിഞ്ഞാൽ പ്രഷർ കുറഞ്ഞു. ലോ പ്രഷർ ലിക്വിഡ് പാസസ് ത്രൂ ദ ഇവാപ്പറേറ്റർ കോയിൽ. 6 to 1 ആണെന്ന് നമ്മുടെ ഇവാപ്പറേറ്റർ. 6 to 1 ഇവാപ്പറേറ്റർ.
evaporator. Low pressure liquid refrigerant passes through the evaporator coil and continually absorbs heat. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത് ത്രൂ ദ കോയിൽ വാൾസ് ഫ്രം ദ മീഡിയം ബീങ് കൂൾഡ്. ഓക്കെ, പിന്നെ ഇവിടെ 1 വെച്ചാൽ 1 ആണെങ്കിൽ ഇവിടെ 1 കിട്ടും. 1 ഇട്ടാൽ ഓക്കെ, അവിടെ സാച്ചുറേറ്റഡ് വേപ്പർ ആയിരിക്കും. കുറച്ചും കൂടെ ഹീറ്റ് ചെയ്താൽ സൂപ്പർ ഹീറ്റഡ് ആവും അല്ലേ. ഇനി ഈ പോയിന്റ് ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഈ പോയിന്റ് ഏത്? ഈ പർട്ടിക്കുലർ പോയിന്റ് ഇത് നോക്കുക. നമ്മളെ ഈ പോയിന്റ് ആണ് 1 ഈ 1 എന്നുള്ള പോയിന്റാണ് ശരിക്കും സാച്ചുറേറ്റഡ് വേപ്പർ ആവേണ്ട പോയിന്റ്. പക്ഷേ ഇവാപ്പറേറ്ററിൽ ഇനഫ് വേപ്പേഴ്സ് ഉണ്ട്, അതായത് ഇനഫ് ലിക്വിഡ് റെഫ്രിജറൻ്റ് ഉണ്ട്. അതായത് ഇപ്പോൾ സ്റ്റിൽ നമ്മളെ പുറത്ത് സറൗണ്ടിങ് മീഡിയത്തിനായിട്ട് കുറവാണ് ഏത്, പിന്നെ ഇവാപ്പറേറ്ററിലുള്ള റെഫ്രിജറൻ്റ് ടെമ്പറേച്ചർ. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്ത് സംഭവിക്കും? പിന്നെ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവിടെ ഈ പോയിന്റ് എത്തിക്കഴിഞ്ഞിട്ടും നമ്മുടെ പിന്നെ ഇനഫ് റെഫ്രിജറൻ്റ് ഉണ്ട് എങ്കിൽ എന്ത് സംഭവിക്കും? കൂടുതൽ ഹീറ്റ് അബ്സോർബ് ചെയ്ത് കുറച്ച് സൂപ്പർ ഹീറ്റഡ് ആവും. അതാണ് ഈ പോയിന്റ്. കുറച്ച് സൂപ്പർ ഹീറ്റഡ് ആയി കഴിഞ്ഞിട്ട് നേരെ ഈ സൂപ്പർ ഹീറ്റഡ് വേപ്പറായിരിക്കും എവിടെ പോകുന്നു? കംപ്രസറിലേക്ക്. ഓക്കെ, അതാണ് ഇത് നോക്കുക. എഫക്റ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. ഇവിടെ എന്താണ് ഈ ഇവാപ്പറേറ്ററിൽ എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? ഒരു ഹീറ്റ് ട്രാൻസ്ഫർ ആണ് അല്ലേ. ഇവാപ്പറേറ്ററിൽ എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. ആക്ച്വലി അതൊരു കൺസ്ട്രക്ഷൻ വൈസ് എന്തായിരിക്കും? അത് ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ ആയിട്ട് നമുക്കത് കൺസിഡർ ചെയ്യാം. ഇവാപ്പറേറ്റർ നമുക്കൊരു ഹീറ്റ് എക്സ്ചേഞ്ചർ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഹീറ്റ് എക്സ്ചേഞ്ചർ എന്താ? a device in which heat is transferred from one medium to another. അതാണ് ഒരു ഹീറ്റ് ട്രാൻസ്ഫർ. ഇവാപ്പറേറ്റർ ബേസിക്കലി ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ ആണ്. ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് വെച്ചാൽ എന്താ? It is a device in which heat from one particular medium is transferred to another. അതാണ് ഹീറ്റ് എക്സ്ചേഞ്ചർ. ഇവാപ്പറേറ്റർ നമുക്കൊരു ഹീറ്റ് എക്സ്ചേഞ്ചർ ആയിട്ട് കണക്കാക്കാം അല്ലേ. അപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ എഫക്റ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഡിപ്പെൻസ് ഓൺ ഈ ഹീറ്റ് ട്രാൻസ്ഫർ ബാധിക്കുന്ന, അതായത് ഇവാപ്പറേറ്ററിലുള്ള റെഫ്രിജറന്റിലേക്കുള്ള ഹീറ്റ് ട്രാൻസ്ഫറിനെ ബാധിക്കുന്ന എന്തൊക്കെ കുറച്ച് പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്? ആ ടെമ്പറേച്ചർ ഡിഫറൻസ് പറയാം. പിന്നെന്താ പറയാം? ഇപ്പോൾ എയറാണ് പുറത്തുള്ള സ്പേസിൽ എയർ ത്രൂ ആണ് നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. ചിലപ്പോൾ അത് സെക്കൻഡറി റെഫറൻ്റ് ആയിട്ട് ബ്രൈനോ അല്ലെങ്കിൽ നമുക്ക് വാട്ടറോ യൂസ് ചെയ്യാം. പക്ഷേ എയർ ആണെങ്കിൽ എയർ സർക്കുലേഷനെ ഡിപ്പെൻഡ് ചെയ്യും, എയർ വെലോസിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യും. കാരണം നിങ്ങൾക്കറിയാം ഇത് ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ എഫക്റ്റ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് നിങ്ങൾക്കറിയാം. വെലോസിറ്റി, ഡെൻസിറ്റി, ഇതൊക്കെ നിങ്ങൾ ഹീറ്റ് ട്രാൻസ്ഫർ HMT പഠിച്ചിട്ടുണ്ടാവും. അതിന് വെലോസിറ്റി അല്ലേ, കോണ്ടാക്ട് സർഫസ് ഏരിയയാണ് ഡിപ്പെൻഡ് ചെയ്യും, സർഫസ് ഏരിയ ഓഫ് ഇവാപ്പറേറ്റർ അല്ലേ. ഇതൊക്കെ അങ്ങനെ കുറേ പോയിന്റ്സ് ഉണ്ട്, നിങ്ങൾക്കറിയാം. ഓക്കെ, പിന്നെ നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇവാപ്പറേറ്റേഴ്സ് നോക്കാം. ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ക്ലാസിഫിക്കേഷനിൽ ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ അതിൽ ഒന്ന് വരുന്നത് ബെയർ ട്യൂബ് കോയിൽ ഇവാപ്പറേറ്റർ ആണ്. അപ്പോൾ ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇവാപ്പറേറ്ററിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ബേസിക്കലി അത് നമ്മൾ ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷനെ ബേസ് ചെയ്തിട്ട് ഹീറ്റ് എക്സ്ചേഞ്ചർ ക്ലാസിഫൈ ചെയ്യില്ലേ, അതുതന്നെയാണ് ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ബെയർ ട്യൂബ് ഉണ്ട്, ബെയർ ട്യൂബ് കോയിൽ ഇവാപ്പറേറ്റർ. അപ്പോൾ ഇത് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ബെയർ ട്യൂബ്, പിന്നെ ഷെൽ ആൻഡ് ട്യൂബ് പഠിച്ചിട്ടുണ്ടല്ലോ. ഷെൽ ആൻഡ് ട്യൂബ് ഇവാപ്പറേറ്റർ, ഷെൽ ആൻഡ് ട്യൂബ് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് തന്നെയാണ്. ഷെൽ ആൻഡ് ട്യൂബ് ഇവാപ്പറേറ്റർ. ട്യൂബ് ഇൻ ട്യൂബ് ഇവാപ്പറേറ്റർ. പിന്നെ ഷെൽ ആൻഡ് കോയിൽ ഉണ്ട്.
ഷെൽ ആൻഡ് കോയിൽ. അപ്പം ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇവാപ്പറേറ്റേഴ്സ് ഉണ്ട്. ഇതെങ്ങനെയുള്ള ക്ലാസിഫിക്കേഷനാണ്? ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷനാണ്. അതിൻ്റെ കൺസ്ട്രക്ഷനെ ബേസ് ചെയ്തിട്ട് പല ടൈപ്പ് ഓഫ് എന്തുണ്ട് ഇവാപ്പറേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങളൊന്ന് മറിച്ച് നോക്കാം. വേർ ടു കോയിൽ, സിമ്പിളായിട്ട് ഒരു കോയിൽ ഇവാപ്പറേറ്റർ ഉണ്ടാവും. നമുക്ക് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ഫോം അല്ല, കൺസ്ട്രക്ഷൻ കോംപ്ലിക്കേറ്റഡ് ആവുന്നവരും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇവാപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് ഷെൽ ആൻഡ് ട്യൂബ്, ഷെൽ ആൻഡ് കോയിൽ, ട്യൂബ് ആൻഡ് ട്യൂബ്, വേർ ട്യൂബ്, പ്ലേറ്റ് ഇവാപ്പറേറ്റർ ഉണ്ട്, ഫിൻഡ് ട്യൂബ് ഉണ്ട്. അങ്ങനെ പല പല ടൈപ്സ് ഓഫ് ഇവാപ്പറേറ്റർ ഉണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ വർക്ക് കൺസ്ട്രക്ഷൻ അറിയാം, അതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, ഞാൻ based on another classification based on the manner in which liquid refrigerant is fed. അതായത് എക്സ്പാൻഷൻ വാൾവ് എന്ന് വരുന്ന ലിക്വിഡ് റെഫ്രിജറൻറ്റ് ഇവാപ്പറേറ്ററിലേക്ക് എങ്ങനെ ഫീഡ് ചെയ്യപ്പെടുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ട് ഒരു എന്തുണ്ട് പിന്നെ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ലിക്വിഡ് റെഫ്രിജറൻറ്റ് ഈസ് ഫെഡ്. അത് ഒന്നാമത്തത് എന്ന് വെച്ചാൽ ഫ്ലഡഡ് ടൈപ്പ് ഇവാപ്പറേറ്റർ. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ തരുന്നതായിരിക്കും, കാരണം ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല. ഫ്ലഡഡ് ടൈപ്പ് ഇവാപ്പറേറ്റർ ഉണ്ട് ഡ്രൈ എക്സ്പാൻഷൻ ഇവാപ്പറേറ്റർ. ഓക്കെ, ഇനി അനദർ അത് രണ്ട് ക്ലാസിഫിക്കേഷൻ എക്സ്പ്ലെയിൻ ചെയ്തായിരിക്കും. ഇനി തേർഡ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ based on mode of heat transfer. അതിൽ നാച്ചുറൽ ഉണ്ട്. ഓക്കെ, നാച്ചുറൽ ആൻഡ് ഫോഴ്സ് കൺവെക്ഷൻ. നാച്ചുറൽ കൺവെക്ഷൻ ഇവാപ്പറേറ്ററും പിന്നെന്ത് ഫോഴ്സ്ഡ് കൺവെക്ഷൻ ഇവാപ്പറേറ്റർ. അപ്പോൾ അത് രണ്ട് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് അറിയാം, എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? കാരണം നാച്ചുറൽ കൺവെക്ഷൻ ഇവാപ്പറേറ്ററിൽ കൂടുതലായിട്ടും ആ കോയിലിന് ചുറ്റും എയർ ട്രാൻസ്ഫർ ആവുന്നത് ഡെൻസിറ്റി ഡിഫറൻസ് കൊണ്ടായിരിക്കും. അവിടെ എക്സ്റ്റേണൽ സോഴ്സ് എയറിനെ ഫ്ലോ ചെയ്യിക്കാൻ ബ്ലോവറോ അങ്ങനെ ഫാനോ ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് വേസ്റ്റ് ഓൺ ഡെൻസിറ്റി ഡിഫറൻസ് കാരണം പിന്നെ എയർ ഫ്ലോ അറൗണ്ട് കോയിൽ. അങ്ങനെയാണെങ്കിൽ നാച്ചുറൽ കൺവെക്ഷൻ ഇവാപ്പറേറ്റർ. പിന്നെ ഫോഴ്സ് കൺവെക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഒരു എക്സ്റ്റേണൽ സോഴ്സ് വെച്ചിട്ട് എയറിനെ ഫ്ലോ ചെയ്യിക്കും. അപ്പോൾ നമുക്ക് വെലോസിറ്റി എന്നുള്ളൊരു ടേം വരും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം ഏത് നമ്മൾ ഫ്ലഡഡ് ടൈപ്പ് ഇവാപ്പറേറ്ററും ഡ്രൈ എക്സ്പാൻഷൻ ഇവാപ്പറേറ്ററും. ഓക്കെ, സ്റ്റുഡൻസ്, നമുക്ക് നാച്ചുറൽ കൺവെക്ഷൻ ടൈപ്പ് അത് ജസ്റ്റ് ഒന്ന് കാണും. നാച്ചുറൽ കൺവെക്ഷൻ ഇവാപ്പറേറ്റർ. ഓക്കെ, അപ്പോൾ നാച്ചുറൽ കൺവെക്ഷൻ കോയിൽസ് ബേസിക്കലി ഇതൊക്കെ എന്തായിരിക്കും? ഒരു കോയിലായിരിക്കും. ഇവാപ്പറേറ്റർ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു കോയിലായിരിക്കും. ഈ കോയിലിനകത്തൂടെ എന്തുണ്ടാവും? റെഫ്രിജറൻറ്റ് ഫ്ലോ ചെയ്യും. റെഫ്രിജറൻറ്റ് ഇങ്ങനെ അതിൻ്റെ അകത്തൂടെ ഫ്ലോ ചെയ്യുന്നതായിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് ലിക്വിഡ് ഫോമിൽ എക്സ്പാൻഷൻ വാൾവ് കഴിഞ്ഞ ഒരു ലിക്വിഡ് ഫോമിൽ എൻ്റർ ചെയ്ത് ഒരു പർട്ടിക്കുലർ ഇവിടെ നിന്ന് പുറത്തുനിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്യും അല്ലേ? അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതെന്താവും? ഒരു പർട്ടിക്കുലർ സെക്ഷൻ എത്തുമ്പോൾ അത് വേപ്പറായി കംപ്രസറിൻ്റെ ഇൻലെറ്റിലേക്ക് എത്തുമ്പോഴേക്കും അത് കംപ്ലീറ്റ് വേപ്പറാവും. ഓക്കെ, അപ്പോൾ ഈ കോയിലാണ് ഈ നാച്ചുറൽ കൺവെക്ഷൻ ഇവാപ്പറേറ്ററിൻ്റെ പ്രത്യേകത വെച്ചാൽ നാച്ചുറൽ കൺവെക്ഷൻ കോയിൽസ് are very useful when low air velocities and minimum dehydration of the product is required. അതായത് എയർ വെലോസിറ്റി, അപ്പോൾ ഇതിന് ചുറ്റും ഫ്ലോ ചെയ്യുന്ന എയർ ഉണ്ടല്ലോ. ഓക്കെ, ഇതിന് ചുറ്റും എയർ ഫ്ലോ ചെയ്യുന്നത്. ആ എയറാണ് ഹീറ്റ് ക്യാരി ചെയ്യുന്നത്. ആ സ്പേസിലുള്ള ഹീറ്റ് ക്യാരി ചെയ്ത് എയറിൽ നിന്നാണ് ഹീറ്റ് കോയിൽ വലിച്ചെടുക്കുന്നത് അല്ലേ? കോയിലിനകത്തുള്ള റെഫ്രിജറന്റ് വലിച്ചെടുക്കുന്നത് അല്ലേ? അപ്പോൾ എയർ വെലോസിറ്റി വെരി ലോ ആണെങ്കിൽ അവിടെ നാച്ചുറൽ കൺവെക്ഷൻ ഇവാപ്പറേറ്റേഴ്സ് ആണ് യൂസ്ഫുൾ. അവിടെ മിനിമം ഡീഹൈഡ്രേഷൻ ഓഫ് ദ പ്രൊഡക്റ്റ്, അതായത് ഡീഹൈഡ്രേഷൻ
പ്രൊഡക്റ്റിൻ്റെ ഡീഹൈഡ്രേഷൻ മിനിമം ആക്കി വെക്കുന്നുണ്ടെങ്കിലും നമുക്ക് ബെസ്റ്റ് നാച്ചുറൽ കൺവെക്ഷൻ ഇവാപ്പറേറ്ററാണ്. ഓക്കെ, so the liquid refrigerant evaporate inside the coil, cooling coil, and cools the air whose density decreases. ശ്രദ്ധിക്കുക, നോക്കുക. ഓക്കെ, ഇവിടെ ഒരു കോയിലുണ്ട്. എവിടെ കോയിൽ, ഒരു റെഫ്രിജറേറ്ററിൻ്റെ ഒരു ടോപ്പ് പാർട്ടിൽ കോയിൽ വെച്ചെന്ന് വെച്ചാൽ, അപ്പോൾ ഈ കോയിലിലേക്ക് ഹീറ്റ് അബ്സോർബ് ചെയ്യും. ഹീറ്റ് അബ്സോർബ് ചെയ്താൽ ചുറ്റും ഉള്ള എയർ ടെമ്പറേച്ചർ എന്താവും? എയർ ടെമ്പറേച്ചർ ഡിക്രീസ് ആവില്ലേ? എയറിൻ്റെ ടെമ്പറേച്ചർ ഡിക്രീസ് ആയാൽ ഡെൻസിറ്റി എന്ത് സംഭവിക്കും? ഡെൻസിറ്റി ഇൻക്രീസ് ആകും. കോൾഡ് എയറിൻ്റെ ഡെൻസിറ്റി കൂടുതലായിരിക്കും അല്ലേ? കോൾഡ് എയറിൻ്റെ ഡെൻസിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ ഹൈ ഡെൻസിറ്റി എയർ ഫ്ലോസ് എന്തായിരിക്കും? കാരണം ഡെൻസിറ്റി കൂടുമ്പോൾ, എയറിൻ്റെ ഡെൻസിറ്റി കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ വെയിറ്റ് അത് താഴേക്കായിരിക്കും പോവുക. ലോ ഡെൻസിറ്റി എയർ ആയിരിക്കും മുകളിലുണ്ടാവുക, ഹൈ ഡെൻസിറ്റി എയർ താഴേക്ക് വരും അല്ലേ? അപ്പോൾ ഹൈ ഡെൻസിറ്റി എയർ ഫ്ലോസ് ഡൗൺവേർഡ്സ് ത്രൂ ദ പ്രോഡക്റ്റ് ഇൻ ദ കോൾഡ് സ്റ്റോറേജ് ആൻഡ് കൂൾസ് ഡൗൺ ദി എന്താണ് കൂൾ ഡൗൺ ചെയ്യേണ്ട സാധനങ്ങളൊക്കെ, അതായത് സ്റ്റോർ ചെയ്യുന്ന സാധനങ്ങൾ കൂൾ ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഇവിടെ താഴെ വെക്കാം. അതായത് റെഫ്രിജറേറ്ററിൻ്റെ താഴെ തട്ടിൽ നമ്മൾ സാധനം വെച്ചാൽ കോൾഡ് എയർ താഴേക്ക് വന്ന് ആ താഴെ തട്ടിൽ പിന്നെ സാധനങ്ങളിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്യും. ഹീറ്റ് അബ്സോർബ് ചെയ്താൽ പിന്നെ എന്ത് സംഭവിക്കും? വീണ്ടും അത് ഹീറ്റായി കഴിഞ്ഞാൽ അതിൻ്റെ ഡെൻസിറ്റി കുറയും. ഡെൻസിറ്റി കുറഞ്ഞാൽ വീണ്ടും മുകളിലേക്ക് പോകും. ആ മുകളിൽ ഇവാപ്പറേറ്ററിന് തട്ടിയിട്ട് അവിടുന്ന് വീണ്ടും ഹീറ്റ് എക്സ്ചേഞ്ച് നടന്ന് വീണ്ടും കൂളായി വീണ്ടും ഡെൻസിറ്റി ഇൻക്രീസ് ആയി വീണ്ടും താഴെ വരും. ഇതാണ് പ്രോസസ്സ്. നാച്ചുറൽ കൺവെക്ഷൻ ഇവാപ്പറേറ്ററിൽ നടക്കുന്ന പ്രോസസ്സ് ഇങ്ങനെയാണ്. കാരണം എയറിന് സർക്കുലേറ്റ് ചെയ്യാൻ നല്ല സ്പേസ് വേണം. എയറിൻ്റെ വെലോസിറ്റി വളരെ കുറവാണെങ്കിൽ നാച്ചുറൽ കൺവെക്ഷൻ അവിടെ, അല്ലെങ്കിൽ ഫോഴ്സ്ഡ് കൺവെക്ഷൻ ആയത്. ഓക്കെ, so the circulation of air over the cooling coil by natural convection is a function of the temperature difference between the evaporator and the space to be cooled. അപ്പോൾ സ്പേസും ഇവാപ്പറേറ്ററും തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസിനെ വളരെയധികം ഡിപ്പെൻഡ് ചെയ്യും ഏത്? എയർ സർക്കുലേഷൻ. കാരണം ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും. ഹീറ്റ് ട്രാൻസ്ഫർ നടന്നു കഴിഞ്ഞാൽ എയറിൻ്റെ ടെമ്പറേച്ചർ കുറഞ്ഞ് പിന്നെ കൂളായി ഡെൻസിറ്റി കൂടി താഴേക്ക് വരും. ഡെൻസിറ്റി കൂടി താഴേക്ക് വന്നാൽ താഴെയുള്ള പിന്നെ സ്പേസ് അല്ലെങ്കിൽ ഒബ്ജക്ട്സ് ടു ബി കൂൾഡ് എന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്ത് വീണ്ടും ടെമ്പറേച്ചർ കൂടി ഡെൻസിറ്റി കുറഞ്ഞ് മുകളിലേക്ക് പോകും. ഈ സർക്കുലേഷൻ നടക്കണമെങ്കിൽ ടെമ്പറേച്ചർ ഡിഫറൻസ് ഗ്രേറ്റർ ആയിരിക്കും. ഓക്കെ, പിന്നെ ഈ 4 ഡിഫറെൻറ്റ് പിന്നെ പിക്ചേഴ്സ് കാണുന്നില്ലേ? ഇതെന്താണെന്ന് വെച്ചാൽ ബാഫിൾസ് വെക്കുന്നതാണ്. ഈ ബാഫിൾസ് പറഞ്ഞാൽ ഈ സംഭവമാണ്. അതായത് ഈ ഫ്ലോ ചെയ്യുന്ന എയറിനെ ഒന്ന് ഡിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്ന സാധനങ്ങളെയാണ് ബാഫിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ എയർ സർക്കുലേഷൻ വിത്തൗട്ട് ബാഫിൾസ്, ഇവിടെ ബാഫിൾസ് ഇല്ല. ഓക്കെ, ശരിക്കും ഈ സംഭവം ഇല്ല ഇവിടെ ഇല്ല. വിത്തൗട്ട് ബാഫിൾസ് ആണെങ്കിൽ എയർ എന്തായിരിക്കും? വളരെയധികം ഈ വാം എയറും കോൾഡ് എയറും വളരെയധികം മിക്സ് ചെയ്യപ്പെടും. അപ്പോൾ ഈ എഫിഷ്യൻസി കുറവായിരിക്കും. ബാഫിൾസ് ആർ പ്രൊവൈഡഡ് to separate the warm air and cold air to ensure good air circulation. ഇവിടെ നോക്കൂ, ഒരു ബാഫിൾ വെച്ചിട്ടായിട്ട് നമ്മൾ ഈ കോയിൽ നിന്ന് ഹീറ്റ് റിജക്റ്റ് ചെയ്ത് ഈ കോയിലിലേക്ക് ഹീറ്റ് റിജക്റ്റ് ചെയ്ത എയറിൻ്റെ ഡെൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ നോക്കൂ താഴേക്ക് വരും. ഇതൊരു ഓർഡറിൽ ഇവിടുന്ന് വീണ്ടും ഹീറ്റ് അബ്സോർബ് ചെയ്ത് മുകളിലേക്ക് പോകും. അതായത് ഓർഡറിൽ എയർ സർക്കുലേഷൻ നടക്കും. കൂടുതൽ മിക്സിങ് ഉണ്ടാവില്ല. കാരണം ഈ ബാഫിൾ എന്ത് ചെയ്യുന്നു? താഴെയിലെയും മുകളിലെയും വാം എയറിനെ കോൾഡ് എയറിനെ എഫക്റ്റീവ്ലി എന്ത് ചെയ്യുന്നുണ്ട്? സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് എയർ സർക്കുലേഷൻ വിത്ത് ഇൻകറക്റ്റ് ഷേപ്പ് ഓഫ് കോയിൽ ഇങ്ങനെ ഈ വെർട്ടിക്കൽ ആയിട്ട് വെക്കുമ്പോൾ അതൊരു ഇൻകറക്റ്റ്. കാരണം ഇവിടെ കൂടുതലും മിക്സിങ് നടക്കാൻ സാധ്യതയുണ്ട്. വാം എയർ കണ്ട ഓപ്പോസിറ്റ് ഡയറക്ഷനിലൊക്കെ വന്ന് മിക്സ് ചെയ്ത് ഒരു ഓർഡറിൽ പോകുന്നില്ല. ഇവിടെ നോക്കിയാൽ കറക്റ്റ് ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറക്റ്റ് ഒരു സർക്കുലേഷൻ്റെ പാത്ത് കറക്റ്റാണ്. ഇത് എയർ സർക്കുലേഷൻ വിത്ത് കറക്റ്റ് ഷേപ്പ് ഓഫ് കോയിൽ. ഓക്കെ, ഇത് രണ്ടും സെയിമാണ്. So baffles are provided to separate the warm air and cold air. For rooms with larger width, more evaporator coils are used. കണ്ട, നമുക്ക് കൂടുതൽ വിഡ്ത്ത് വരുമ്പോൾ
റൂമിൻ്റെ അല്ലെങ്കിൽ സ്പേസിൻ്റെ വിഡ്ത്ത് കൂടുന്തോറും നമ്മൾ കൂടുതൽ ഇവാപ്പറേറ്റർ കോയിൽസ് യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ദ റെഫറൻറ്റ് ട്യൂബ്സ് ആർ മെയ്ഡ് ഓഫ് സ്റ്റീൽ ഓർ കോപ്പർ. നമ്മൾ കോയിൽസ് കൂടുതലും കോയിൽസ് ആർ മെയ്ഡ് ഓഫ് റെഫറൻറ്റ് ട്യൂബ്സ് ഓർ കോയിൽസ് ആർ മെയ്ഡ് ഓഫ് കോപ്പർ കോയിൽ ആയിരിക്കും കൂടുതൽ. അല്ലെങ്കിൽ സ്റ്റീൽ ട്യൂബ്സ് ഉണ്ടാവുന്നുണ്ട്. സ്റ്റീൽ ട്യൂബ്സ് ആർ യൂസ് ഫോർ അമോണിയ ആൻഡ് ലാർജ് കപ്പാസിറ്റി സിസ്റ്റംസ്. ലാർജ് കപ്പാസിറ്റി അമോണിയ ആണ് റെഫറൻറ്റെങ്കിൽ സ്റ്റീൽ ട്യൂബ്സ് യൂസ് ചെയ്യാറുണ്ട്. സോ ദ അഡ്വാൻറ്റേജസ് ആർ ദാറ്റ് കോയിൽ ടേക്സ് നോ ഫ്ലോർ സ്പേസ് ആൻഡ് ഇറ്റ് ഓൾസോ റിക്വയർസ് ലോ മെയിൻ്റനൻസ്. ഈ കോയിലിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ കോയിൽ ഇങ്ങനെയുള്ള ഷേപ്പ് ആകുമ്പോൾ എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് അബ്സോർബ് ചെയ്യുന്ന സ്പേസ്, ഇത് ടേക്ക് ചെയ്യുന്ന സ്പേസ് വളരെ കുറവായി. കാരണം ഇതിങ്ങനെ ഒരു ഒരു ഷേപ്പ് അങ്ങനെയല്ലേ ഇതിൻ്റെ, വളഞ്ഞ് പോകുമ്പോൾ. ഇപ്പോൾ ഇതേ കോയിൽ നമ്മൾ നീട്ടി വെച്ചാൽ കൂടുതൽ സ്പേസ് വേണ്ടേ? ഇതേ സെയിം ലെങ്ത്ത് നമ്മൾ ഇങ്ങനെ ഒരു കോയിൽ ഷേപ്പിലല്ലാണ്ട് നീട്ടി വലിച്ചു വെച്ചാൽ കൂടുതൽ സ്പേസ് അബ്സോർബ് ചെയ്യും അല്ലേ? അപ്പോൾ അതാണ് ഈ കോയിലിൻ്റെ പ്രത്യേകത. ഓക്കെ, നമുക്ക് അടുത്ത ടൈപ്പ് അതെന്ന് വെച്ചാൽ ഫ്ലഡഡ് ഇവാപ്പറേറ്റർ. നോക്കാം, ഫ്ലഡഡ് ഇവാപ്പറേറ്ററിൻ്റെ സ്കെച്ചാണ്, ഫിഗറാണ്. ഇത് കൂടുതലും കെമിക്കൽ ആൻഡ് ഫുഡ് പ്രോസസ്സിങ് ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യുന്ന ഇവാപ്പറേറ്ററാണ്. ഓക്കെ, സോ കോൾഡ് സ്റ്റോറേജ് പ്രോസസ്സിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഫ്ലഡഡ് ടൈപ്പ് ഇവാപ്പറേറ്ററിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇവാപ്പറേറ്റർ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഓക്കെ, ഇത് കോയിൽ തന്നെയാണ്. ആ കോയിൽ നമുക്ക് പല വിധത്തിൽ പല വിധത്തിലാവാം. നമ്മൾ കൺസ്ട്രക്ഷൻ്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞില്ലേ, അത് ചിലപ്പോൾ ട്യൂബ് ആവാം. കാരണം ഇതിന് ചുറ്റും എയറല്ലേ, എയറാകുമ്പോൾ ട്യൂബ് ആവാം, അല്ലെങ്കിൽ ഷെൽ ആൻഡ് ട്യൂബ് ആവാം, അല്ലെങ്കിൽ ബെയർ ട്യൂബ് ആവാം. ഇത് ബെയർ ട്യൂബാണ്, ഇതാണ് ബെയർ ട്യൂബ് എന്ന് പറയുന്നത്. പിന്നെ വേറെന്ത്, അങ്ങനെ പലതരത്തിലാവാം. ആ കോയിൽ എങ്ങനെ വേണമെന്നാവാം. പക്ഷേ കോയിലിലേക്ക് ലിക്വിഡ് ഫീഡ് ചെയ്യപ്പെടുന്നതിൻ്റെ ഒരു വ്യത്യാസമാണ് ഈ ഫ്ലഡഡ് ഇവാപ്പറേറ്ററിൽ വരുന്നത്. ഓക്കെ, കണ്ട, ഈ കോയിലിലേക്ക് ഫീഡ് ചെയ്യുന്ന ലിക്വിഡിനുള്ള സെറ്റപ്പാണിത്, മനസ്സിലായോ? അപ്പോൾ അതിനാണ് നമുക്ക് എക്സ്പ്ലനേഷൻ വേണ്ടത്. ബാക്കി ഇവാപ്പറേറ്റർ എന്ന് പറയുന്നത് എന്താണ്? കോയിൽ തന്നെയാണ്. ബേസിക്കലി അതൊരു ഹീറ്റ് എക്സ്ചേഞ്ചറാണ്. അത് സാധാരണ നമ്മളൊരു കോയിലോ ഷെൽ ആൻഡ് ട്യൂബോ ഷെൽ ആൻഡ് കോയിലോ ട്യൂബോ എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, സോ ഇൻ എ ഫ്ലഡഡ് ടൈപ്പ് ഇവാപ്പറേറ്റർ എന്താണ്? എ കോൺസ്റ്റൻറ്റ് റെഫ്രിജറന്റ് ലിക്വിഡ് ലെവൽ ഈസ് മെയിൻറ്റെയിൻ. ഇവിടെ കണ്ട ഇത് അക്യൂമുലേറ്ററാണ്, ഇത് ഫ്ലോട്ട് ചേമ്പറാണ്. ഈ ഫ്ലോട്ട് ചേമ്പറിലായാലും അക്യൂമുലേറ്ററിലായാലും ഒരു കോൺസ്റ്റൻറ്റ് ലെവൽ ഓഫ് എന്താ, ഇത് ഇതാണ് ലിക്വിഡ് റെഫ്രിജറന്റ്. ഈ ഡാഷിലാണ് ലിക്വിഡ് റെഫ്രിജറന്റ്, ഈ ഡോട്ട് ഉള്ളത് വേപ്പർ റെഫ്രിജറന്റ് ആണ്. ആ ലിക്വിഡ് റെഫ്രിജറന്റ് ലെവൽ കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ളൊരു സെറ്റപ്പാണ് ഫ്ലഡഡ് ടൈപ്പ് ഇവാപ്പറേറ്റർ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എപ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് ലെവൽ ഓഫ് ലിക്വിഡ് റെഫ്രിജറന്റ് ഈസ് അവൈലബിൾ ഇൻ കേസ് ഓഫ് എ ഫ്ലഡഡ് ടൈപ്പ് ഇവാപ്പറേറ്റർ. സോ അത് മെയിൻറ്റെയിൻ ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഒരു ഫ്ലോട്ട് വാൾവ് ഉണ്ട്. ഇവിടെ ഒരു ഫ്ലോട്ട് വാൾവ് ഉണ്ട്, ഫ്ലോട്ട് വാൾവ്. So a float valve is used as the expansion device which maintains a constant liquid level in the evaporator. Okay, the liquid refrain from the receiver. അതായത് ഇവിടെ നിന്നില്ല, റിസീവർ എന്നില്ല, അത് കണ്ടൻസർ ആയിട്ട് നമ്മൾ റിസീവർ എന്നുള്ള ഒരു ഡിവൈസ്, ഒരു കോമ്പണൻറ്റ് യൂസ് ചെയ്യുന്നത് നിങ്ങൾ ഈ ഫസ്റ്റ് ക്ലാസ് പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. റിസീവർ എന്ന് വെച്ചാൽ ഈ കണ്ടൻസറിൽ നിന്ന് വരുന്ന പ്യുവർ ലിക്വിഡായിട്ടുള്ള റെഫ്രിജറന്റ് കളക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് റിസീവർ. അപ്പോൾ റിസീവറിൽ നിന്നാണ് നമ്മളത് എക്സ്പാൻഷൻ വാൾവിലേക്ക് പാസ് ചെയ്യുക. ലിക്വിഡ് റെഫ്രിജറന്റ് ഫ്രം ദ റിസീവർ പാസസ് ത്രൂ എ ലോ സൈഡ് ഫ്ലോട്ട് വാൾവ് കൺട്രോൾ വാൾവ് ആൻഡ് അക്യൂമുലേറ്റർ ബിഫോർ എൻറ്ററിങ് ദ ഇവാപ്പറേറ്റർ കോയിൽ. അപ്പോൾ ഇവാപ്പറേറ്റർ കോയിൽ എത്തുന്നതിന് മുന്നേ ഒരു ഫ്ലോട്ട് ചേമ്പറിലൂടെയും ഒരു അക്യൂമുലേറ്ററിലൂടെയും പാസ് ആയിട്ടാണ് ലിക്വിഡ് റെഫ്രിജറന്റ് ഇവാപ്പറേറ്ററിലേക്ക് എത്തുക അല്ലേ? അപ്പോൾ ഈ അക്യൂമുലേറ്ററിൻ്റെയും ഫ്ലോട്ട് ചേമ്പറിൻ്റെ ഒക്കെ ഫങ്ഷൻ എന്താണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ദ അക്യൂമുലേറ്റർ സെർവ്സ് ആസ് എ സ്റ്റോറേജ് ടാങ്ക് ഫോർ ദ ലിക്വിഡ് റെഫ്രിജറന്റ് ആൻഡ് ഇറ്റ് മെയിൻറ്റെയിൻസ് എ കോൺസ്റ്റൻറ്റ് ലിക്വിഡ് ലെവൽ ഇൻ ദ ഇവാപ്പറേറ്റർ and helps to separate the liquid refrigerant from the vapor returning to the compressor. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? ഒരു കോൺസ്റ്റൻറ്റ് ലെവൽ ഓഫ് ലിക്വിഡ് റെഫ്രിജറന്റ് മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് ഇവാപ്പറേറ്ററിന് എപ്പോഴും കോൺസ്റ്റൻറ്റ് ലെവൽ ഓഫ് ലിക്വിഡ് റെഫ്രിജറന്റ് ഇങ്ങനെ
അവൈലബിൾ ആയിരിക്കും. അത് അവൈലബിൾ ആക്കി വെക്കാനാണ് അക്യൂമുലേറ്റർ, അല്ലെങ്കിൽ ഒരു സ്റ്റോറേജ്, അല്ലെങ്കിൽ ഒരു സെർച്ച് ടാങ്ക് എന്നും പറയും, അത് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. പിന്നെ ഇത് ലിക്വിഡ് റഫറിനെ വേപ്പറിനെ സെപ്പറേറ്റ് ചെയ്യാനും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. നോക്കാം എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഓക്കെ. അപ്പോൾ ഡ്യൂ ടു ദി ഹീറ്റ് സപ്ലൈഡ് ബൈ ദ സബ്സ്റ്റൻസ് ടു ബി കൂൾഡ്, എന്ത് പറ്റും, ഇവിടുന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്യും. കോയിലുള്ള ലിക്വിഡ് റഫറിനിലേക്ക് ഹീറ്റ് അബ്സോർബ് ചെയ്യും. ഹീറ്റ് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഹീറ്റ് അബ്സോർബ് ചെയ്ത് ഇതിലൂടെ പാസ് ചെയ്യുന്ന ലിക്വിഡ് റഫറൻറ്റ് എന്താവും, കുറച്ച് കഴിയുമ്പോൾ ഇവിടെ ഡോട്ടായി കണ്ട, ഇവിടെ വേപ്പറായി, ഇവിടെ വേപ്പർ ഇങ്ങനെ കളക്ട് ചെയ്യപ്പെടും. ദസ് ദ ലിക്വിഡ് ലെവൽ. അപ്പോൾ എന്ത് സംഭവിക്കും, ഇവിടുന്ന് കുറച്ച് എന്ത്, ആ ലിക്വിഡ് ലെവൽ കുറച്ച് താഴേക്ക് വരും അല്ലേ. ലിക്വിഡ് ലെവൽ കുറച്ച് താഴേക്ക് വരും, കാരണം കുറച്ച് ലിക്വിഡ് എന്തായി, വേപ്പറായി പോയി അല്ലേ. അപ്പോൾ ലിക്വിഡ് ലെവൽ ഫാൾസ് ഡൗൺ. അപ്പോൾ അക്യൂമുലേറ്റർ, അതായത് ഇവിടുത്തെ ഇവാപ്പറേറ്ററിലെ ലിക്വിഡ് ലെവൽ കുറച്ച് കുറയും. അപ്പോൾ എന്ത് സംഭവിക്കും, അക്യൂമുലേറ്ററിൽ നിന്നുള്ള ലിക്വിഡ് കുറച്ച് ഇവാപ്പറേറ്ററിലേക്ക് വീണ്ടും സപ്ലൈ ചെയ്യും. അപ്പോൾ അക്യൂമുലേറ്ററിലെ ലിക്വിഡ് ലെവൽ കുറച്ച് താഴും. അക്യൂമുലേറ്ററിലെ ലിക്വിഡ് ലെവൽ താഴ്ന്നു കഴിഞ്ഞാൽ ഇത് രണ്ടും കണക്റ്റഡ് ആണ്, ഫ്ലോട്ട് ചേമ്പർ. അപ്പോൾ പാസ്കൽസ് ലോ പറയാം, ഒരേ ലെവലിലായിരിക്കും, ഒരേ പ്രഷറിലുള്ള പിന്നെ ലിക്വിഡ് ഒരേ ലെവലിലായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെയുള്ള ലെവലും താഴും അല്ലേ. ഇവിടെയുള്ള ലെവൽ താഴ്ന്നു കഴിഞ്ഞാൽ ഈ ഫ്ലോട്ട് വാൾവ് ഓപ്പറേറ്റ് ചെയ്യും. ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഈ ഫ്ലോട്ട് കൺട്രോൾ വാൾവ് കൺട്രോൾ വാൾവിനെ എന്ത് ചെയ്യും, ആ വാൾവ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ കൂടുതൽ എക്സ്പാൻഷൻ സംഭവിച്ചാൽ കൂടുതൽ ലിക്വിഡ് ഇവിടത്തേക്ക് സപ്ലൈ ആവും. അപ്പോൾ ഇവിടെ സപ്ലൈ ആയി കഴിഞ്ഞാൽ ഇവിടെയുള്ള ലിക്വിഡ് ലെവലും കൂടും. അപ്പോൾ നമുക്ക് ഇവാപ്പറേറ്ററിലും കൂടുതൽ ലിക്വിഡ് അവൈലബിൾ ആവും. അപ്പോൾ കളക്ട് ചെയ്യുന്ന ഗ്യാസ് ഇവിടെ ആയിരിക്കും കളക്ട് ചെയ്യുക. ഓക്കെ. സോ ഇൻ ദിസ് വേ ദ ലെവൽ ഓഫ് ലിക്വിഡ് ഫ്രം ദ അക്യുമുലേറ്റർ ഈസ് മെയിൻറ്റെയിൻ. മനസ്സിലായോ? അപ്പോൾ ഇതാണ് വർക്കിംഗ്. ഈ വേപ്പർ ഫോംഡ് കണ്ടില്ലേ, ഈ വേപ്പർ ഫോംഡ് ഇവിടെ അല്ലേ കളക്ട് ചെയ്യപ്പെടുന്നത്. ദിസ് വേപ്പർ ഫോം ബൈ വേപ്പറൈസിങ് ദ ലിക്വിഡ് ഇൻ ദ കോയിൽ എന്തായിരിക്കും, ലൈറ്റർ ആയതുകൊണ്ടാണ്. അതായത് ലിക്വിഡിനെക്കാട്ടിയും വെയിറ്റ് കുറവായിരിക്കും. ഇറ്റ് വിൽ ബി ലൈറ്റർ ദാൻ ദി ലിക്വിഡ് റഫറൻറ്റ്. അതുകൊണ്ടായിരിക്കും അത് റൈസ് അപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മുകളിലേക്ക് കളക്ട് ചെയ്യപ്പെടും അല്ലേ. എപ്പോഴും വേപ്പർ മുകളിൽ കളക്ട് ചെയ്യപ്പെടും. അപ്പോൾ നമുക്കത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ആയിരിക്കും നിൽക്കുക. അപ്പോൾ ആ മുകളിൽ കളക്ട് ചെയ്യപ്പെട്ട ടോപ്പ് ഓഫ് അക്യുമുലേറ്ററിൽ കളക്ട് ചെയ്യപ്പെട്ട വേപ്പർ ഈ സപ്ലൈ ടു ദി സക്ഷൻ സൈഡ് ഓഫ് ദ കംപ്രസർ. ഓക്കെ. സോ ഇതാണ് അഡ്വാൻറ്റേജസ് ദാറ്റ്. അതായത് ഈ ഫ്ലഡഡ് ഇവാപ്പറേറ്ററിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഹോൾ സർഫസ് ഓഫ് ദ ഇവാപ്പറേറ്റർ കോയിൽ ഈസ് ഇൻ കോൺടാക്ട് വിത്ത് ദ ലിക്വിഡ് റഫറൻറ്റ് അണ്ടർ ഓൾ ലോഡ് കണ്ടീഷൻ. എത്ര ലോഡ് ഫുൾ ലോഡാണെങ്കിൽ പാർട്ട് ലോഡാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എന്തുണ്ട്, ലിക്വിഡ് റഫറൻറ്റ് എപ്പോഴും ഇവാപ്പറേറ്ററായിട്ട് കോൺടാക്റ്റ് ഉണ്ടാകും. അതാണ് നമുക്കൊരു കോൺസ്റ്റൻറ്റ് ലെവൽ ഓഫ് ലിക്വിഡ് നമുക്ക് എപ്പോഴും സപ്ലൈ ഉണ്ട് ഇവാപ്പറേറ്ററിലേക്ക്. ഡിസഡ്വാൻറ്റേജ് വെച്ചാൽ ഇത് കുറച്ചും കൂടെ എക്സ്പെൻസീവാണ്, കുറച്ച് കോംപ്ലക്സ് ആണ്. ഓക്കെ. അതാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ്. അപ്പോൾ ഫ്ലഡഡ് ടൈപ്പ് ഇവാപ്പറേറ്ററിൻ്റെ വർക്കിംഗ് മനസ്സിലായിരിക്കും. നമുക്ക് അടുത്തത് ഡയറക്റ്റ് എക്സ്പാൻഷൻ കോയിൽസ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് എക്സ്പാൻഷൻ കോയിൽസ്. ഡയറക്റ്റ് എക്സ്പാൻഷൻ കോയിൽ എന്ന് വെച്ചാൽ നമുക്ക് കോൺസ്റ്റൻറ്റ് ലെവൽ ഓഫ് ലിക്വിഡ് എപ്പോഴും അവൈലബിൾ ആയിരിക്കില്ല. എന്ന് വെച്ചാൽ ഇവിടെ ഇൻ ദീസ് ഇവാപ്പറേറ്റേഴ്സ് ദ എമൗണ്ട് ഓഫ് റെഫ്രിജറൻറ്റ് ഫെഡ് ബൈ ദി കൺട്രോൾ വാൾവ് ഡിവൈസ് അല്ലെങ്കിൽ എക്സ്പാൻഷൻ വാൾവ് ഡിവൈസ് ഈസ് ജസ്റ്റ് ഇനഫ് സോ ദാറ്റ് ഓൾ ഇവാപ്പറേറ്റ്സ് ബിഫോർ ഇറ്റ് ലീവ്സ് ദ ഇവാപ്പറേറ്റർ. അതായത് ഇവാപ്പറേറ്റർ കടന്നു പോകുമ്പോഴേക്കും അത് കംപ്ലീറ്റ് ആയിട്ട് ഇവാപ്പറേറ്റ് ചെയ്ത് തീർന്നിട്ടുണ്ടാകും. പക്ഷേ ഫ്ലഡഡ് ടൈപ്പ് ഇവാപ്പറേറ്ററിൽ നമുക്ക് ഇഷ്ടംപോലെ ലിക്വിഡ് അവൈലബിൾ ആയതുകൊണ്ട് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഇവാപ്പറേഷൻ നടക്കണം എന്നില്ല. കാരണം ലിക്വിഡ് റഫറൻറ്റ് ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. അപ്പോൾ കൂടുതൽ ഹീറ്റ് നമുക്ക് അബ്സോർബ് ചെയ്യാൻ അവിടെ ഉണ്ട്. അത് വേപ്പർ ആവുന്നതിന് മുന്നേ തന്നെ എമൗണ്ട് കൂടുതലായതുകൊണ്ട് നമുക്ക് എമൗണ്ട് ഓഫ് റഫറൻറ്റ് കൂടുതലായിട്ട് അവൈലബിൾ ആയതുകൊണ്ട് എന്താണ് ഇവിടെ നോക്കുക, ഞാൻ ഇതിൽ
ഇവിടെ എത്തുമ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് വേപ്പർ ആയില്ലെങ്കിൽ തന്നെ വേപ്പർ ഇതാ കണ്ട ലിക്വിഡ് വേപ്പർ മിക്സ്ചറാണ്. ലിക്വിഡ് വേപ്പർ മിക്സ്ചർ നമ്മളെ എവിടത്തേക്ക് പോകേണ്ട ആവശ്യമില്ല, കംപ്രസറിലേക്ക് പോകേണ്ട ആവശ്യമില്ല, നമുക്ക് വേപ്പർ മാത്രമാണ് പോകാൻ പറ്റുക. അപ്പോൾ ഇവിടെ നമുക്ക് ഇഷ്ടം പോലെ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ലിക്വിഡ് വേപ്പർ മിക്സ്ചറായിരിക്കും ഫോം ചെയ്യുക. കംപ്ലീറ്റ് ആയിട്ട് വേപ്പർ ആവണമെന്നില്ല, പക്ഷേ ഇതിൻ്റെ അകത്തേക്ക് എത്തുമ്പോൾ അത് സെപ്പറേറ്റ് ആവും. കാരണം വേപ്പർ ലൈറ്റാണ്, മറ്റേ ലിക്വിഡ് ഹെവിയറാണ്. അപ്പോൾ ലിക്വിഡ് താഴേക്കും വേപ്പർ മുകളിലേക്കും പോകുന്നതുകൊണ്ട് ഇവിടെ ഇവാപ്പറേറ്ററിൻ്റെ അകത്ത് ലിക്വിഡ് വേപ്പർ മിക്സ്ചർ ആയിക്കഴിഞ്ഞാലും പ്രശ്നമില്ല. പക്ഷേ ഇവിടെ നമുക്ക് അകത്ത് ലിക്വിഡ് വേപ്പർ മിക്സ്ചർ ഫോം ചെയ്ത പ്രശ്നമാണ്. കാരണം അങ്ങനെ ഒരു സെപ്പറേറ്റർ ഒന്നുമില്ല. പക്ഷേ ഇവിടെ ലിക്വിഡ് വേപ്പർ മിക്സ്ചറായിട്ട് ഫോം ചെയ്യില്ല. ഇത് ഇവാപ്പറേറ്ററിൽ പോയി കഴിഞ്ഞ് പുറത്തേക്ക് എത്തുമ്പോഴേക്കും അത് മാക്സിമം എന്തായി അത് വേപ്പറായി കഴിഞ്ഞിരിക്കും. കാരണം എന്താ, നമ്മൾ അപ്ലൈ ചെയ്യുന്ന സപ്ലൈ ചെയ്യുന്ന റെഫ്രിജറൻറ്റിൻ്റെ എമൗണ്ട് കുറവാണ്. ഇറ്റ് ഈസ് ജസ്റ്റ് ഇനഫ്, ദ എമൗണ്ട് ഈസ് ജസ്റ്റ് ഇനഫ് സോ ദാറ്റ് all the liquid refrigerant evaporates before it leaves the evaporator. അതാണ് ഡയറക്റ്റ് എക്സ്പാൻഷൻ ഇവാപ്പറേറ്ററിൻ്റെ പ്രത്യേകത. ഓക്കെ, ഇത് രണ്ട് ഫിഗർ എന്ന് വെച്ചാൽ ഇത് പാർട്ട് ലോഡ്, ഇത് ഫുൾ ലോഡ്. പാർട്ട് ലോഡ് എന്ന് വെച്ചാൽ കുറച്ച് ബബിൾസൊക്കെ, നമ്മൾ ലോഡ് കുറവാണ്, ഹീറ്റ് അബ്സോർബ് ചെയ്യേണ്ടത് കുറവാണ്, അപ്പോൾ ബബിൾസൊക്കെ ഫോം ചെയ്യും. പക്ഷേ ഇത് ഫുൾ ലോഡാണ്, ഇവിടെ ബബിൾസ് അധികം ഫോം ചെയ്യില്ല. So as the inlet of the evaporator, the refrigerant is predominantly liquid form with a very small amount of vapor form. Okay, so refrigerant by the time it reaches the end of evaporator, endil എത്തുമ്പോൾ എന്ത് സംഭവിക്കും, it is purely in the vapor state, and that too in superheated state. Superheated സ്റ്റേറ്റിലേക്ക് എത്തിയിട്ടുണ്ടാവും. Okay. It may noted that in this type the refrigerant doesn't recirculate within the evaporator as in the flooded evaporator. Flooded evaporator അത് റീസർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇവിടെ അങ്ങനെ ഒരു സംഭവമില്ല. ഓക്കെ, ഇതാണ് ഡയറക്റ്റ് എക്സ്പാൻഷൻ ഇവാപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവാപ്പറേറ്റർ ബേസിക്കലി ക്ലാസിഫിക്കേഷൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ ഷെൽ ആൻഡ് ട്യൂബ് കൺസ്ട്രക്ഷൻ ബേസ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കാരണം നിങ്ങളത് ഓൾറെഡി ഹീറ്റ് എക്സ്ചേഞ്ചസിൽ പഠിച്ചാണ് HMDയിൽ. നിങ്ങൾ എക്സാമിന് ചോദിച്ചാൽ അതിനെ ബേസ് ചെയ്ത് നിങ്ങളൊന്ന് റെഫർ ചെയ്യാണ്ട് പോരുത്. എന്ന് ചോദിച്ചാൽ അതിനെ ബേസ് ചെയ്തിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷൻ സ്റ്റോപ്പ് ചെയ്യാം. അതിനപ്പോൾ കണ്ടൻസർ ഉണ്ട്, എക്സ്പാൻഷൻ വാൾവ് ഉണ്ട്, കൂളിംഗ് ടവർ ഉണ്ട്, പിന്നെ ചാർജിങ് ആൻഡ് ലീക്ക് ഡിറ്റക്ഷൻ ഉണ്ട്. ചാർജിങ് എന്നുള്ള പ്രോസസ്സ്, ലീക്ക് ഡിറ്റക്ഷൻ, ഇത്രയും കാര്യങ്ങൾ ഇനി ബാക്കിയുണ്ട്. ഒരു 3-4 ക്ലാസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ മൊഡ്യൂൾ തീർക്കാം. ഓക്കെ, താങ്ക് യു.